ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മക്കളെ, നിങ്ങൾ എല്ലാവരും എക്സാമിന് ചില സമയത്ത് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? റിപ്പോർട്ടഡ് സ്പീച്ച്. യെസ്, റിപ്പോർട്ടഡ് സ്പീച്ച്. ആ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും എൻ്റെ മക്കൾക്ക് എല്ലാം ഒന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടുമാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളെ കൂടെ അവസാനം വരെ നിൽക്കൂലേ? യെസ്, റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഈ റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ പറയാം. എങ്ങനെ സോൾവ് ചെയ്യണം നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ പറയാം. ഓക്കെ, നമുക്ക് നോക്കാം എന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് വാട്ട് യു ആർ ഗോയിങ് ടു റിപ്പോർട്ട്. നിങ്ങൾ എന്താണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ആദ്യം എന്ത് ചെയ്യണം? എന്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്? എന്താണ്? വാട്ട് കൈൻഡ് ഓഫ് സെന്റൻസ്? സെന്റൻസുകൾ പലതരത്തിലുണ്ട് അല്ലേ? ഒരു കമാൻഡ് ഉണ്ട്, ഓർഡർ ഉണ്ട്, റിക്വസ്റ്റ് ഉണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ എന്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് കണ്ടുപിടിക്കണം. പലപ്പോഴും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ തന്നത്. ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലേ? ക്വസ്റ്റ്യൻ ടൈപ്പ് ഡയലോഗ്സും അതിനൊരു റിപ്ലൈയും ആണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലേ? നിങ്ങളും അത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് 2 ടൈപ്പ് ഉണ്ട്. ഇംഗ്ലീഷിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് WH ക്വസ്റ്റ്യൻസ്, 2 യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ WH ക്വസ്റ്റ്യൻസിന്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, WH ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളതെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യന്റെ ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത് ആ സെയിം WH ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും. എന്താണ് ഈ ലിങ്കിങ് വേർഡ്? അതായത് ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ കാര്യം അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഈ ലിങ്കിങ് വേർഡ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് ക്ലോസ് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത വാക്കാണ് ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ റിപ്പോർട്ടിംഗ് ക്ലോസ്? ഞാൻ പറഞ്ഞുതരാം. അതായത് രാജാവ് ചാരിറ്റിയറിനോട് അല്ലെ, തേരാളിയോട് ചോദിച്ചു അല്ലെ. അതായത് നമ്മുടെ കിങ് ദുഷ്യന്ത നമ്മളെ ചാരിറ്റിയറിനോട് ചോദിക്കുകയാണ്, രാജാവ് തേരാളിയോട് ചോദിച്ചു. ആ ചോദിച്ചു വരെ ഇല്ലേ, രാജാവ് തൊട്ട് ചോദിച്ചു വരെ, അതാണ് റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇന്ന ആളോട് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത വാക്കാണ് ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ലിങ്കിങ് വേർഡ് WH ക്വസ്റ്റ്യന്റെ കേസിൽ എന്തായിരിക്കും? സെയിം WH ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പം സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? ആ റിപ്പോർട്ടിംഗ് ക്ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഏട്ടും പോകേണ്ട, റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ത് തന്നെയായിരിക്കും? ആ സെയിം WH ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. അടുത്തത് ഇനി സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എങ്ങനെ എഴുതുക? സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് സെഡ് അല്ലെങ്കിൽ സെഡ് ദാറ്റ് എന്ന് പറയണം. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അതാണ് ഇപ്പം യെസ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ് എന്നാണ് പറഞ്ഞത്. ഐ ആം ഗോയിങ് ടു അമേരിക്ക. അപ്പം ഷബീൽ സാർ സെഡ് ദാറ്റ് എന്നാണ് വരിക. ഓക്കെ, അല്ലെങ്കിൽ ടോൾഡ് എന്ന് പറയണം. ഓക്കെ, രണ്ടാലൊന്നാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. അടുത്തത് യെസ്, ഓരോ ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എൻ്റെ മക്കൾ നന്നായിട്ടൊന്ന് നോക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, ഇരുന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക കേട്ടോ. യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ചോദിച്ചിട്ടുണ്ട്. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ വ്യത്യാസം എന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ യെസ് ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? യെസ് ഓർ WH ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞില്ലേ, യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത് വെദർ അല്ലെങ്കിൽ ഇഫ് ആയിരിക്കും അല്ലെ. അതായത് രാജാവ് തേരാളിയോട് ചോദിച്ചു, ഇഫ് എന്നാണ് അടുത്ത് തുടങ്ങുക കേട്ടോ. ഇനി റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ ആണെങ്കിലോ അവിടെ ആസ്ക്ഡ് അല്ല. ഇനി സെന്റൻസിന്റെ ഫോർമാറ്റ് വേറെയാണെന്ന് വിചാരിച്ചോ. റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ ആണെങ്കിലോ അപ്പം റിക്വസ്റ്റഡ് ടു എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നമ്മൾ V1 യൂസ് ചെയ്യണം. അതായത് ദ കിങ് റിക്വസ്റ്റഡ് ദ ചാരിറ്റിയർ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയണം അല്ലെ. അതായത് ഒരു രാജാവ് എന്താ പറയാ, ഇതൊന്ന് പിടിക്കൂ എന്നാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ, ആ ഒരു ആഭരണങ്ങളൊക്കെ ഓർണമെന്റ്സ് ഒക്കെ പിടിക്കൂ എന്നാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ചുറ്റുപാടൊന്ന് നോക്കി വരൂ എന്നൊരു ഓർഡർ കൊടുത്തതാണെങ്കിൽ ദ കിങ് ഓർഡേർഡ് ദ ചാരിറ്റിയർ ടു ലുക്ക് അറൗണ്ട് നമുക്ക് പറയാൻ പറ്റും. V1 കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്ന എക്സാമ്പിൾ വെച്ചിട്ട് കറക്റ്റ് കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമുക്ക് അവിടെ വേണ്ട മാറ്റം വരുത്തേണ്ട കുറച്ച് ടെൻസ് ഉണ്ട് അല്ലെ, കുറച്ച് വേർഡ്സ്, കുറച്ച് വേർബ്സ് ഉണ്ടാവും അല്ലെ. ആ വേർബ്സ് ഒക്കെ കണ്ടുപിടിക്കണം. ചേഞ്ചിങ് വേർബ്സും അതർ വേർഡ്സും ചില ഓക്സിലറീസ് ഒക്കെ മാറ്റം വരും. അതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ ടെൻസിൽ എന്തൊക്കെയാ മാറ്റം വരിക? ഉദാഹരണത്തിന് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. ഇനി സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. ഹാഡ് പ്ലസ് V3 ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഓക്സിലറിയിൽ വരുന്ന മാറ്റങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നിങ്ങൾക്ക് ആവശ്യം വരും. ഈസ്, ആം, ആർ, വാസ്, വെർ ആവും, ഡു, ഡസ്, ഡിഡ് ആവും, ഹാവ്, ഹാസ്, ഹാഡ് ആവും, പിന്നെ വില്ല് വുഡ് ആവും, ഷാള് ഷുഡ് ആവും, ക്യാന് ഗുഡ് ആവും, മേ മൈറ്റ് ആവും. പിന്നെ എന്താണ്? യെസ്, ഈസ്, ആം, ആർ പ്ലസ് ING വന്നിട്ടുണ്ടെങ്കിൽ അത് വാസ്, വേർ പ്ലസ് ING ആവും. ഇതാണ് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് ഉള്ളത് പാസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ചേഞ്ച് ചെയ്താ ദിസ് വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ദിസ് എന്നുള്ളത് ദാറ്റ്. അതായത് ഈ പൂച്ച ഭയങ്കര അപകടകാരിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഷബീൽ സാർ പറഞ്ഞു ആ പൂച്ച അല്ലെ, ദാറ്റ് കാറ്റ്, ഞാൻ ദിസ് കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി പറയുമ്പോൾ ദാറ്റ് കാറ്റ്
വാസ് ഡേഞ്ചറസ്. ഞാൻ ദിസ് കാറ്റ് ഈസ് ഡേഞ്ചറസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ അവിടെ പോയി പറയുമ്പോൾ ദാറ്റ് കാറ്റ് വാസ് ഡേഞ്ചറസ് എന്നായി മാറും. ഓക്കെ, ഇനി ദീസ്, ഇവ, ഇവിടെ കുറെ പൂച്ചകൾ ഉണ്ടെന്ന് വിചാരിക്കുകയല്ലേ, ദീസ് കാറ്റ്സ് ആർ ഡേഞ്ചറസ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും അവിടെ പോയിട്ട് ഷബീൽ സാർ told me that those cats were dangerous എന്നാണ് ഉണ്ടാവുക. അപ്പൊ ദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ എണ്ണം ഉണ്ടാവും. അപ്പം അവിടെ എത്തുമ്പോൾ അത് ദോസായി മാറും. അടുത്തത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും ഇല്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് പറയുമ്പോൾ അവിടെ ആരും ഇല്ല എന്ന് ചോദിച്ചു എന്ന് പറയണം കേട്ടോ. അടുത്തത് ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി പറയുമ്പോൾ അപ്പോൾ എന്ന് പറയണം, ആ സമയത്ത്. ഓക്കെ, ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം. ഞാൻ ഈ ദിവസം എന്ന് ടുഡേ എന്ന് പറഞ്ഞാൽ ഈ ദിവസം, പക്ഷെ നിങ്ങൾ അവിടെ പോയി പറയുമ്പോൾ ആ ദിവസം. ടുനൈറ്റ് ഇന്ന് രാത്രി, നിങ്ങൾ അവിടെ പോയി പറയുമ്പോൾ അന്ന് രാത്രി. ടുമോറോ ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഫോളോയിങ് ഡേ എന്ന് പറയണം. യെസ്റ്റർഡേ, അതായത് ഞാൻ പറയാണ് നാളെ എനിക്കൊരു കല്യാണമുണ്ട്, അപ്പം നിങ്ങൾ അവിടെ പോയി പറയും ഷബീൽ സാറ് അവിടെ ഞങ്ങളോട് പറഞ്ഞു എന്ത്, അടുത്ത ദിവസം ഷബീൽ സാറിന് ഒരു കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, യെസ്റ്റർഡേ ഇന്നലെ എന്നാണെങ്കിൽ ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ ഷബീൽ സാർ ഞങ്ങളോട് പറഞ്ഞു ഇന്നലെ ഷബീൽ സാറിന് ഒരു കല്യാണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ലാസ്റ്റ് നൈറ്റ് ദ നൈറ്റ് ബിഫോർ ആണ് കേട്ടോ. എഗോ, മൊമെന്റ്സ് എഗോ എന്ന് പറഞ്ഞാൽ മൊമെന്റ്സ് ബിഫോർ, അതായത് കുറച്ച് നിമിഷങ്ങൾ മുന്നേ എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് പറഞ്ഞിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എന്ന് നിങ്ങൾ പറയണം. ഇതൊക്കെയാണ് കാര്യമായിട്ട് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മോഡൽ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. മിസ്റ്റർ സ്റ്റുഡൻറ് ഹൂ ഡു യു വാണ്ട് ടു റൈറ്റ് ടു? തെരേസ പറയാണ് ഐ വാണ്ട് ടു റൈറ്റ് ടു ബോളിസ്ലാവ് കാഷ്പുത്ത് ഇൻ ദ ടൗൺ ഓൺ ദ വായ്സോ റോഡ്. റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗ്സ്. അവിടെ നമുക്ക് ഈ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുക. ഞാനൊന്ന് എഴുതി നോക്കിയാലോ? യെസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരിക. മിസ്റ്റർ സ്റ്റുഡൻറ് ആസ്ക്ഡ് തെരേസ എന്താ ചോദിച്ചത്? ആദ്യം നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 എന്താ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇത് എന്ത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് കണ്ടുപിടിക്കണം. ഇത് എന്താണ്? ഒരു WH ക്വസ്റ്റ്യൻ ആണ് അല്ലേ? WH ക്വസ്റ്റ്യൻ എന്താണ്? അപ്പം നമ്മൾ ആദ്യം റിപ്പോർട്ടിംഗ് ക്ലോസ് നമ്മൾ എഴുതി. ഇനി എന്താ വരേണ്ടി? ലിങ്കിങ് വേർഡ് വരണം. ലിങ്കിങ് വേർഡ് സെയിം WH ക്വസ്റ്റ്യൻ വേർഡ് തന്നെയായിരിക്കും. ഹൂ. ഇനി ഡു യു എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഡു യു വാണ്ട് ടു റൈറ്റ് ടു അതൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലേക്ക് മാറ്റി എഴുതുകയാണ്. അപ്പം ഹൂ കഴിഞ്ഞിട്ട് എന്ത് വരണം? സബ്ജക്റ്റ് വരണം. ഹൂ, ഷീ. ഇനി ഡു വാണ്ട്, ആ വാണ്ടും ഡൂ കൂടി ചേർന്നിട്ട് എന്താവും? വാണ്ടഡ് എന്നായി മാറും കേട്ടോ. വാണ്ടഡ് എന്നായി മാറും. ഇനി ഇങ്ങനെ അല്ലാതെ ഹൂ ഷീ ഡിഡ് വാണ്ട് എന്ന് വെച്ചിട്ട് എഴുതാം എന്നും പറയാറുണ്ട്. നമുക്ക് എന്തായാലും നിയമം പാലിച്ച് എഴുതിയാൽ മതി അല്ലേ? ഓക്കെ, വാണ്ടഡ് ടു റൈറ്റ് ടു, ഇത്രോ വരുന്നുള്ളൂ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് മാറ്റം വരുത്തിയത്? യെസ്, ഈ ഷീ എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടോ, പിന്നെ ഈ ഡൂവും വാണ്ടും കൂടി കൂട്ടിയിട്ട് വാണ്ടഡ് എന്നാക്കി മാറ്റി. ഓക്കെ, നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വന്ന് എന്ന് നോക്കുക. ഈ ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആ സ്റ്റെപ്പുകളൊക്കെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, എൻ്റെ മക്കൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ആവട്ടെ, കംപ്ലീറ്റ് മാർക്കുകൾ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് റിപ്പോർട്ട് സ്പീച്ച് കുറച്ചുകൂടി ഒന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഗ്രാമർ എങ്ങനെ മക്കളെ പഠിക്കുക? അത് എന്ത് ചെയ്യണം? അത് ലേൺ ബൈ ഡൂയിങ് അല്ലേ, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കണം അല്ലേ. മാത്തമാറ്റിക്സ് ഒക്കെ നമ്മൾ അങ്ങനെ പഠിക്കുന്നില്ലേ, കണക്കുകൾ ചെയ്തുകൊണ്ട് പഠിക്കണം അല്ലേ, തിയറി മാത്രം പഠിച്ചാൽ പോരാ. അപ്പോൾ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് അതിൻ്റെയൊക്കെ എന്താക്കുക? ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല. ഓക്കെ. അപ്പോൾ യെസ്, ഇവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓൾ ക്ലിയർ അല്ലേ? എല്ലാം റെഡി അല്ലേ? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഗൈസ്.